രക്ഷിക്കൂ, എന്നെ ആരെങ്കിലും രക്ഷിക്കൂ. ഈ ചെന്നായ എന്നെ കൊല്ലാൻ വരുന്നു. ആരെങ്കിലും എന്നെ സഹായിക്കൂ. ഈ കഥ നടന്നത് ആമസോൺ കാട്ടിലാണ്. അവിടെ ഒരു കുസൃതിക്കാരനായ കുരങ്ങുണ്ടായിരുന്നു. അത് എപ്പോഴും എല്ലാവരോടും കുസൃതി കാണിച്ചുകൊണ്ടേയിരുന്നു. അത് മനസ്സുകൊണ്ട് ആരെയും ദ്രോഹിക്കാൻ ചിന്തിച്ചില്ല. എന്നാൽ വളരെ കുസൃതിയാണ്. ഒരു ദിവസം ഒരു നായ, അതിന്റെ പേര് കാലു, അത് ഒരു പ്രശ്നത്തിൽ അകപ്പെട്ടിരുന്നു. അപ്പോൾ അതിന്റെ അടുത്ത് ഒരു ചെന്നായ വന്നു. അതിന് തന്നെ രക്ഷിക്കാനേ കഴിഞ്ഞിരുന്നില്ല. അപ്പോൾ ലാലുകുരങ്ങൻ അതിന്റെ ശബ്ദം കേട്ട് അതിന്റെ അടുത്തേക്ക് പോയി. രക്ഷിക്കൂ, എന്നെ ആരെങ്കിലും രക്ഷിക്കൂ. ഈ ചെന്നായ എന്നെ കൊല്ലാൻ വരുന്നു. ആരെങ്കിലും എന്നെ സഹായിക്കൂ. ലാലുകുരങ്ങ് പോയി അതിന് സഹായം ചെയ്തു. ചെന്നായക്കിട്ടൊരടി കൊടുത്ത് അതിനെ അവിടെ നിന്നും തുരത്തിവിട്ടു. എടാ, നീ എത്ര മടിയനാ! നിനക്ക് നിന്നെ തന്നെ രക്ഷിക്കാൻ അറിയില്ലേ? എവിടെയെങ്കിലും പോയി ഒളിച്ചിരുന്നു കൂടെ? എന്നാൽ ആ ചെന്നായ എന്നെ പിടിച്ച് തിന്നു കഴിഞ്ഞാൽ? അതുകൊണ്ടാ ഞാൻ ഓടാത്തത്. ഞാൻ കൊച്ചു ചെറുക്കനല്ലേ, എനിക്ക് പേടിയാ. ശരി, എന്താടാ നിന്റെ പേര്? എന്റെ പേര് കാലുവെന്നാ. ഇവിടെ അടുത്തുള്ള കാട്ടിലാ താമസിക്കുന്നത്. ഇവിടെ ഞാൻ കളിക്കാൻ വരുന്നതാ. നിന്റെ പേരെന്താ? എൻ്റെ പേര് ലാലു. ഉള്ളതിൽ കുസൃതിയായ കുരങ്ങൻ. എല്ലാവർക്കും എന്നെ അറിയാം. ഞാൻ ഈ കാട്ടിലാ താമസിക്കുന്നത്. ആണോ? ശരി, വൈകുന്നേരമായി. ഞാൻ എൻ്റെ വീട്ടിൽ പോകുക. ഇനി നാളെ നിന്നെ മീറ്റ് ചെയ്യാം. എൻ്റെ കൂടെ കളിക്കാൻ ആരുമില്ല. നിനക്ക് എൻ്റെ കൂടെ കളിക്കാൻ വരാമോ? നിനക്ക് എൻ്റെ സുഹൃത്താകാമോ? ആ, ഉറപ്പായും. ഈ സമയങ്ങളിലെല്ലാം ഞാൻ ഫ്രീ ആയിരിക്കും. നിന്റെ കൂടെ തന്നെ ഞാൻ കളിക്കാം. നിന്റെ സുഹൃത്തുമാകാം. അങ്ങനെ അടുത്ത ദിവസം കാലുനായി വീണ്ടും വന്നു. ലാലുകുരങ്ങൻ അതിനോടൊപ്പം കളിക്കാനും വന്നു. രണ്ടുപേരും സന്തോഷത്തിൽ കളിച്ചുകൊണ്ടിരുന്നു. അവർ രണ്ടുപേരും നല്ല സുഹൃത്തുക്കളായി. അവർ രണ്ടുപേരും ഇപ്പോൾ ഒരുപാടധികം അടുക്കാൻ തുടങ്ങി. ഒരു ദിവസം കൊണ്ട് അവർ രണ്ടുപേരും നല്ല സുഹൃത്തുക്കളായി മാറി. ആ കാട്ടിൽ ലാലുവിന്റെയും കാലുവിന്റെയും സൗഹൃദത്തെക്കുറിച്ച് എല്ലാവരും സംസാരിക്കാൻ തുടങ്ങി. അവർ രണ്ടുപേരും അവിടെ ഒരുപാട് ഫേമസുമായി. ആർക്കെങ്കിലും എന്തെങ്കിലും ആപത്ത് വന്നാൽ കാലുവും ലാലുവും ഉടനെ അവിടെ പോയി അവർക്ക് വേണ്ട എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുക്കും. അവർ രണ്ടുപേരും എപ്പോഴൊക്കെ ഒരുമിച്ചുണ്ടാകുമോ അവരെ ആർക്കും തോൽപ്പിക്കാൻ കഴിയില്ല. ഒരു ദിവസം എന്തു നടന്നെന്നാൽ, ഒരു മുയൽ ഒരു പൂച്ചയുടെ മുൻപിൽ അകപ്പെട്ടു. ആ പൂച്ച അതിനെ തിന്നാൻ നോക്കി. ഏയ് കുഞ്ഞു മുയലേ, എന്റെ അടുത്തേക്ക് വാ. ഇന്ന് നീയാണ് എന്റെ ഭക്ഷണമാകാൻ പോകുന്നത്. ഇല്ല ഇല്ല ഇല്ല, എന്നെ വിട്ടേക്കൂ പൂച്ചേ. ഞാൻ കൊച്ചു കുട്ടിയല്ലേ. എന്റെ അമ്മയുടെ അടുത്ത് നിന്ന് ഞാൻ ദൂരെ വന്നു. അവരെവിടെയാണെന്ന് പോലും അറിയില്ല. അവരെന്നെ അന്വേഷിക്കുന്നുണ്ടായിരിക്കും. നിനക്കിനി അവരെ കാണാനും പറ്റില്ല. അവർക്കും നിന്നെ ഇനി കിട്ടുകയുമില്ല. കാരണം ഞാൻ നിന്നെ തിന്ന് എന്റെ വിശപ്പകറ്റാൻ പോകുക. ഇല്ല ഇല്ല ഇല്ല, എന്നെ വിട്ടേക്കൂ. രക്ഷിക്കണേ, എന്നെ രക്ഷിക്കൂ. ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ സഹായിക്കണേ. അപ്പോൾ കാലും ലാലും അവിടേക്ക് വന്നു. രണ്ടുപേരും ചേർന്ന് ആ പൂച്ചയെ അടിച്ചോടിക്കുകയും ചെയ്തു. അതിന്റെ അടുത്ത് നിന്നും ആ കുഞ്ഞു മുയലിനെ അവർ രക്ഷിച്ചു. ആ പൂച്ചയ്ക്ക് രണ്ടുപേരോടും ദേഷ്യമായി. കാരണം അതിപ്പോൾ അപമാനിതയായില്ലേ. അത് ഇപ്പോൾ അവിടെ നിന്നും പോയിരുന്നു. എന്നാൽ അത് മനസ്സിൽ തീരുമാനിച്ചിരുന്നു, കാലുവിനെയും ലാലുവിനെയും തമ്മിൽ പിരിച്ചേ ഒക്കുവെന്ന്. കാലുവിനെയും ലാലുവിനെയും ഒരു വഴിക്കാക്കണം. അവരെ രണ്ടുപേരെയും ഞാൻ തമ്മിൽ അടുപ്പിച്ചില്ലെങ്കിൽ ഞാൻ ഈ കാട്ടിലുള്ള പൂച്ചയേ അല്ല. അത് അതിന്റെ സമയത്തിനായി കാത്തുകൊണ്ടേയിരുന്നു. ഒരു ദിവസം അത് കാലുവിന്റെ അടുത്ത് പോയി ഇങ്ങനെ പറഞ്ഞു. കാലു, ലാലു, അന്ന് സംഭവിച്ചതിന് വേണ്ടി ഞാൻ മാപ്പ് ചോദിക്കാൻ വന്നതാ. അന്നെനിക്ക് ഒരുപാട് വിശപ്പുണ്ടായിരുന്നു. എന്നോട് ക്ഷമിക്കേ. ആഹാ, ശരി ശരി. ഞാൻ അതെപ്പോഴേ മറന്നു. ഒരേ കാര്യം തന്നെ സംസാരിച്ചു കൊണ്ടിരിക്കാൻ ഞങ്ങളുടെ കയ്യിൽ സമയവുമില്ല. എനിക്കും നിങ്ങളുടെ സുഹൃത്താകണം. നിങ്ങൾക്ക് എന്റെ സുഹൃത്താകാമോ? ഹാ, നീ അടങ്ങി ഒതുങ്ങി നിന്നാൽ ഞങ്ങളുടെ സുഹൃത്തായി മാറാം. ഹാ, ഞാൻ മര്യാദയ്ക്ക് നിന്നോളാം. ആർക്കും ഒരു ശല്യവും ഉണ്ടാക്കില്ല. അങ്ങനെ ആ പൂച്ച രണ്ടുപേരോടും സൗഹൃദത്തിലായി. അവൾ അവർക്ക് നല്ലൊരു കൂട്ടുകാരിയുമായി മാറി.
ആ പൂച്ച കുറെ നാൾ വരെ നല്ലവളെ പോലെ അഭിനയിച്ചു. പതുക്കെ പതുക്കെ അവൾ കാലുവിന്റെയും ലാലുവിന്റെയും ഇടയിൽ വഴക്കുമുണ്ടാക്കി. അവരോട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ടേയിരിക്കും. ഒരുത്തനോട് പോയി ഒന്ന് പറയും, മറ്റവനോട് ഇവനെപ്പറ്റി പറയും. അതുകൊണ്ട് അവർക്കിടയിൽ വഴക്ക് വന്നുകൊണ്ടേയിരുന്നു. എന്നാലും അവർ രണ്ടുപേരും ഒത്തൊരുമിച്ചിരുന്നു. കാരണം അവർ രണ്ടുപേരും നല്ല സുഹൃത്തുക്കളല്ലേ. ഒരു ദിവസം ആമസോൺ കാട്ടിൽ തീ പടർന്നു എന്ന വാർത്ത വന്നു. അതേസമയം കാലുവിനും ലാലുവിനും ഇടയിൽ വലിയ വഴക്കും ഉണ്ടായിരുന്നു. അപ്പോൾ കാലുവിന്റെ കാല് ഒരു പാറയ്ക്കടിയിൽ അകപ്പെട്ടു. തീയും കൂടി വന്നു. ലാലു അതുവഴി ഓടിപ്പോകുമ്പോൾ അവൻ കണ്ടു കാലുവിന്റെ കാല് അകപ്പെട്ടിരിക്കുന്നത്. അവൻ അവനെ രക്ഷിക്കാൻ ഒരുപാട് ശ്രമിച്ചു. എന്നാൽ അവന് പറ്റിയിരുന്നില്ല. കാരണം ആ പാറയ്ക്കടിയിൽ അവന്റെ കാൽ നന്നായി അകപ്പെട്ടിരുന്നു. ലാലു കാലുവിന്റെ കൈയും പിടിച്ച് അവിടെ തന്നെ നിന്നു. ചങ്ങാതി, എത്ര ശ്രമിച്ചിട്ടും എനിക്ക് നിന്നെ സഹായിക്കാനേ പറ്റുന്നില്ല. എന്നാൽ നീ ഈ തീയിൽ കത്തുന്നത് എനിക്ക് കാണാൻ പറ്റില്ല. ജീവിച്ചാലും മരിച്ചാലും അതൊരുമിച്ച്. ലാലു, നീ ഇപ്പോൾ എന്റെ യഥാർത്ഥ സുഹൃത്തായി സംസാരിക്കുന്നു. എന്നാൽ നീ എന്തിനാ എനിക്ക് വേണ്ടി നിന്റെ ജീവൻ വെടിയുന്നത്? നീ പോ പോ. എന്നാൽ ലാലു കാലു പറഞ്ഞത് കേട്ടതേയില്ല. കാരണം അവന്റെ സുഹൃത്തിനോട് അത്രത്തോളം ഇഷ്ടമായിരുന്നു. അവൻ തീരുമാനമെടുത്തിരുന്നു, ജീവിച്ചാലും മരിച്ചാലും അത് ഒരുമിച്ചായിരിക്കുമെന്ന്. രണ്ടുപേരും ആ തീയിലകപ്പെട്ട് ചത്തുപോയി. സൗഹൃദം അത് ഇങ്ങനെ ആയിരിക്കണമെന്നവർ കാട്ടിത്തന്നു. ഈ കഥയിലൂടെ നമ്മൾ പഠിച്ച പാഠം എന്തെന്നാൽ സൗഹൃദം ഒരു കാരണം കൊണ്ടും മാറുകയില്ല. ചിലപ്പോൾ അതിൽ രക്തബന്ധം ഇല്ല എന്നുണ്ടെങ്കിലും അവർക്കുള്ളിൽ ആഴമേറിയ സൗഹൃദം ഉണ്ടായിരിക്കും. നമുക്കായി അവർ എന്തു വേണമെങ്കിലും ചെയ്യും. ഇല്ലമ്മേ, അമ്മ പോയി കഴിഞ്ഞാൽ എന്നെ ഇനി ആര് സ്നേഹിക്കും? ആരെന്റെ തെറ്റുകൾ തിരുത്തും? അമ്മേ, പോകല്ലേ അമ്മേ, അമ്മേ, അമ്മേ. ചിന്തു ഏങ്ങി ഏങ്ങി കരയാൻ തുടങ്ങി. ഒരു വനത്തിനുള്ളിൽ എല്ലാവരും സുഖമായി ജീവിച്ചിരുന്നു. അവിടെ എല്ലാ ജീവജാലങ്ങളും ഒരുമിച്ച് താമസിച്ചിരുന്നു. കാടിനടുത്തായി ഒരുപാട് വെള്ളമുള്ള ഒരു കുളവും ഉണ്ടായിരുന്നു. ആ കുളത്തിൽ അരയന്നവും തവളയും മീനുകളും പിന്നെ മറ്റു ചില ജീവജാലങ്ങളും ഉണ്ട്. അവരെല്ലാവരും ഒരുമിച്ചായിരുന്നു. അവരുടെ കൂടെ തന്നെ മണ്ടു എന്നൊരു മുതലയുമുണ്ട്. അവൻ വളരെ അഹങ്കാരിയായിരുന്നു. വെള്ളത്തിന്റെ രാജാവ് അവനാണെന്നാണ് അവൻ പറയുന്നത്. അവനിങ്ങനെ എല്ലാവരോടും പറയും. ഒരു ദിവസം ഒരു കുരുവി മരത്തിലിരുന്ന് പഴം കഴിക്കുകയായിരുന്നു. അപ്പോൾ ആ പഴം അബദ്ധത്തിൽ കുളത്തിലേക്കും വീണു. പിന്നെ എന്താകാനാ? ഇത് കണ്ടതും മണ്ടുമുതലയ്ക്ക് ഒട്ടും ഇഷ്ടമായതേയില്ല. അവൻ കുരുവിയെ നോക്കി അലയ്ക്കാൻ തുടങ്ങി. പാവം കുരുവി അവിടെ നിന്നും പറന്നുപോയി. കുരുവി പോയതിനു ശേഷം ബണ്ടു കരടി വെള്ളം കുടിക്കാൻ വന്നു. അവനെ കണ്ട് മണ്ടു പറഞ്ഞു, ബണ്ടി, നീ നിന്റെ വാ കൊണ്ട് എന്റെ കുളം വൃത്തികേടാക്കുന്നു. നീ നിന്റെ വൃത്തികെട്ട വായും കൊണ്ട് ഇവിടെ നിന്നും പൊയ്ക്കോ. മണ്ടുച്ചേട്ടാ, ഈ കുളം നിങ്ങളുടേത് മാത്രമല്ല, ഇത് മുഴുവൻ കാടിൻ്റേതുമാ. അല്ല, ഇത് എന്റേത് മാത്രമാ. നിങ്ങൾ എല്ലാവരും എന്റെ കുളത്തിലേക്ക് വെള്ളം കുടിക്കാൻ വന്ന് ഇതിന്റെ മഹത്വം നശിപ്പിക്കുന്നു. പോയി നിങ്ങളുടെ രാജാവിനോട് പറയൂ, കുളത്തിന്റെ രാജാവ് പ്രഖ്യാപിച്ചിരിക്കുന്നുവെന്ന്. ഇനി ആർക്കെങ്കിലും കുളത്തിൽ നിന്നും വെള്ളം കുടിക്കണമെങ്കിൽ അതിന് തക്കതായ പ്രതിഫലം തരണമെന്ന്. ഇനി അങ്ങനെ തന്നില്ലെങ്കിൽ അവരെ വെള്ളം കുടിക്കുന്നതിൽ നിന്നും ഞാൻ തടയും. പിന്നെ എന്താകാൻ? പാവം എല്ലാ മൃഗങ്ങളും വെള്ളം കുടിക്കുന്നതിന് മുൻപ് പ്രതിഫലം തേടാൻ തുടങ്ങി. ആരെങ്കിലും മണ്ടുവിന് പഴങ്ങൾ എന്തെങ്കിലും കൊണ്ടുവന്നാൽ അവരെ മാത്രം കടത്തിവിടും. എന്നിട്ട് മണ്ടു രാജാവിനെ പോലെ വിശ്രമിക്കും. ഇങ്ങനെ ചെയ്യുന്നത് മണ്ടുവിന് ഒരുപാട് ഇഷ്ടമായി. ദിവസങ്ങൾ കടന്നുപോയി. ഒരു ദിവസം ചിണ്ടുമാനിനെ ഒരുപാട് ദാഹിച്ചു. അവൻ അമ്മമാനിനോട് പറഞ്ഞു, അമ്മേ, എനിക്ക് നന്നായി ദാഹിക്കുന്നു. മോനെ, മണ്ടുവിന് കൊടുക്കാൻ നമ്മുടെ കയ്യിൽ ഒന്നുമില്ല. എന്നാൽ ചിണ്ടുവിന് ദാഹമടക്കാൻ പറ്റാത്തതുകൊണ്ട് അമ്മമാൻ പറഞ്ഞു, മോനെ, കുറച്ചു നേരം ക്ഷമിക്ക്. ഇരുട്ടാകുമ്പോൾ കുളത്തിലേക്ക് പോകാം. അപ്പോൾ വെള്ളം കുടിക്കാം. ഇരുട്ടായപ്പോൾ രണ്ടുപേരും കുളത്തിനടുത്തേക്ക് പോയി. ചിണ്ടു ശബ്ദമുണ്ടാക്കാതെ വെള്ളം കുടിക്കാൻ തുടങ്ങി. പെട്ടെന്ന് വെള്ളത്തിന് അനക്കം വന്നപ്പോൾ മണ്ടു ഉറക്കമെഴുന്നേറ്റു. ചിണ്ടുവിനെ അവിടെ കണ്ടതും മണ്ടുവിന് ദേഷ്യം വന്നു.
എടാ, നിനക്ക് എന്ത് അഹങ്കാരമാ? വെള്ളത്തിന്റെ രാജാവിന്റെ പക്കൽ നിന്നും വെള്ളം കട്ടുകുടിക്കാൻ നോക്ക്, നിന്നെ എന്തു ചെയ്യാൻ പോകുന്നെന്ന്. അങ്ങനെ മണ്ടു ചിണ്ടുമാനിന് നേരെ ചാടി വന്നു. ഇതെല്ലാം അമ്മമാൻ കാണുന്നുണ്ടായിരുന്നു. മണ്ടു ചിണ്ടുവിന് നേരെ ചാടുന്നത് കണ്ടതും അമ്മമാൻ ഇടയിൽ ചാടി. അവൾ ചിണ്ടുവിനെ രക്ഷിച്ചു. എന്നാൽ മണ്ടുവിന്റെ പല്ലുകളിൽ അവൾ അകപ്പെട്ടു. ഇത് കണ്ട് ചിണ്ടു ഉറക്കെ ഉറക്കെ കരയാൻ തുടങ്ങി. അവന്റെ നിലവിളി കേട്ട് അടുത്തുള്ള എല്ലാ മൃഗങ്ങളും ഒത്തുകൂടി. അമ്മമാനിനെ അവൻ വിട്ടു. എന്നാൽ നന്നായി മുറിഞ്ഞിരുന്നു. വേദന മാനിന് സഹിക്കാനേ പറ്റിയിരുന്നില്ല. പ്രയാസത്തോടെ അമ്മമാൻ പറഞ്ഞു, ചിണ്ടുമോനെ, നീ സൂക്ഷിക്കണം. എനിക്കിപ്പോൾ വിട പറയാനുള്ള സമയമായി. ഇല്ലമ്മേ, അമ്മ പോയി കഴിഞ്ഞാൽ എന്നെ ഇനി ആര് സ്നേഹിക്കും? ആരെന്റെ തെറ്റുകൾ തിരുത്തും? അമ്മേ, പോകല്ലേ അമ്മേ, അമ്മേ, അമ്മേ. ചിണ്ടു ഏങ്ങി ഏങ്ങി കരയാൻ തുടങ്ങി. അപ്പോൾ അമ്മമാൻ പറഞ്ഞു, ചിണ്ടുമോനെ, ഞാൻ എന്നും നിന്റെ ഒപ്പം തന്നെ കാണും. നിന്നെ ഞാൻ ഒരിക്കലും തനിച്ചാക്കില്ല. അങ്ങനെ ചിണ്ടുവിനെ അനുഗ്രഹിച്ചതിനു ശേഷം അവൾ എന്നേക്കുമായി അവളുടെ കണ്ണുകൾ അടച്ചു. ചിണ്ടു ഒരുപാട് വിഷമിച്ചു. എല്ലാവരുടെയും കണ്ണുകൾ നിറഞ്ഞു. ഒരു ദിവസം ചിണ്ടു ഭക്ഷണം അന്വേഷിച്ച് നടക്കുകയായിരുന്നു. അപ്പോൾ അവൻ കണ്ടു, ഒരു മരത്തിന് താഴെ പശു അകപ്പെട്ട് കിടക്കുന്നു. അപ്പോൾ ചിണ്ടു പറഞ്ഞു, ഞാൻ ആനമാമന്റെ അത്രയും ശക്തിശാലിയായിരുന്നെങ്കിൽ ഈ മരം ഞാൻ നിഷ്പ്രയാസം കളയുമായിരുന്നു. ഞാൻ എങ്ങനെ ഈ മരമെടുത്ത് കളയും? അവൻ ഇപ്രകാരം പറഞ്ഞപ്പോൾ ആ മരം തന്നെത്താനെ അവിടെ നിന്നും മാറി. ഇത് കണ്ട് ചിണ്ടു ഒരുപാട് അത്ഭുതപ്പെട്ടു. അപ്പോൾ അവന്റെ അമ്മ അവനോട് പറഞ്ഞത് അവൻ ഓർത്തു. അവന് മനസ്സിലായി ഇതെല്ലാം അമ്മമാനിന്റെ അനുഗ്രഹം കൊണ്ടാണെന്ന്. പിന്നെ എന്താകാന്? ചിണ്ടു കാട്ടിലുള്ള എല്ലാ മൃഗങ്ങളെയും സഹായിക്കാൻ തുടങ്ങി. ഒരിക്കൽ നല്ലൊരു ഭൂകമ്പം വന്നു. അത് കാരണം കല്ലുകൾക്ക് അനക്കം സംഭവിച്ചു. അത് താഴേക്കും വീഴാൻ തുടങ്ങി. വലിയ വലിയ മരങ്ങളും താഴെ വീണു. എന്നാൽ ഭൂകമ്പം വന്നപ്പോൾ എല്ലാ മൃഗങ്ങളും തമ്മിൽ തമ്മിൽ സഹായിക്കാൻ തുടങ്ങി. ചിണ്ടുവും മായാജാലത്തിലൂടെ വലിയ വലിയ മരങ്ങളും മാറ്റിയിട്ടു. പെട്ടെന്ന് കുളത്തിൽ നിന്ന് ആരോ കരയുന്ന ശബ്ദം അവൻ കേട്ടു. പോയി നോക്കിയപ്പോൾ മണ്ടുവിന്റെ പുറത്ത് ഒരു വലിയ പാറ വീണിരിക്കുന്നു. എന്നെ രക്ഷിക്കണേ, എന്നെ ആരെങ്കിലും രക്ഷിക്കണേ. എന്നാൽ അവനെ സഹായിക്കാൻ ആരും മുൻപിലേക്ക് വന്നില്ല. ഈ ദുഷ്ടനെ ഇങ്ങനെ തന്നെ വേണം. ദൈവം ഇവന് നല്ല ശിക്ഷ കൊടുത്തു. സ്വയം ബലശാലിയാണെന്നല്ലേ കരുതിയിരിക്കുന്നത്? ഇത് തന്നെത്താനെ എടുത്തു മാറ്റാൻ നിനക്ക് പറ്റില്ലേ? ഇങ്ങനെ എല്ലാ മൃഗങ്ങളും മണ്ടുവിനെ കുറ്റം പറയാൻ തുടങ്ങി. എന്നാൽ അവനെ ആരും സഹായിക്കാൻ പോയില്ല. അപ്പോൾ ചിണ്ടു അടുത്തേക്ക് പോയി മായാജാലത്തിലൂടെ പാറയെടുത്തു മാറ്റി. ഇത് കണ്ട് മണ്ടുവിന് അവന്റെ തെറ്റ് മനസ്സിലായി. അവൻ പറഞ്ഞു, ചിണ്ടു, ഞാൻ കാരണമാണ് നിന്റെ അമ്മ നിന്നെ വിട്ടു പോയത്. എന്നിട്ടും നീ എന്നെ ഇന്ന് രക്ഷിച്ചു. നിന്റെ ഈ നല്ല മനസ്സ് കണ്ടപ്പോൾ ഇനി ഞാൻ ഒരിക്കലും ആരെയും ബുദ്ധിമുട്ടിക്കില്ല. ഇങ്ങനെ മണ്ടു എല്ലാ മൃഗങ്ങളോടും മാപ്പ് പറഞ്ഞു.